ഇങ്ങനെ ഒരു ക്രേസിനെസ് ആദ്യമായിട്ടാണ് കാണുന്നത്. ദോഹ ടു ലണ്ടൻ. പ്രിയങ്കര 2 സുഹൃത്തുക്കൾ, ഷിറിൽ രാജും അതേപോലെ തന്നെ മഷ്കൂറും. കോഴിക്കോട്ടുകാരാണ്, ഒരാൾ പേരാമ്പ്രക്കാരനാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഇപ്പം 40ഓളം ദിവസങ്ങൾ എടുത്തിട്ട് 10-27ഓളം രാജ്യങ്ങൾ കവർ ചെയ്തിട്ട് ടർക്കി മുതൽ ഇറാൻ മുതൽ യൂറോപ്യൻ കൺട്രീസ് കഴിഞ്ഞ് അവസാനം ലണ്ടനിലേക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് തുനിയാനുള്ളൊരു മനസ്സ് വന്നത്? എന്താണ് കഥ? ഞങ്ങൾ മുന്നേ കുറച്ച് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യാത്രയിൽ ഓരോ യാത്ര കഴിഞ്ഞ് പിരിയുമ്പോഴും ഇനി നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് വെറൈറ്റി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്. അങ്ങനെ സാധാരണ ഞങ്ങൾ US പോയിട്ട് ഒരു ഓവർലാൻഡ് ട്രിപ്പ് ചെയ്തു, ബാൽക്കൺ കൺട്രീസ് കൂടെ ഒരു ഓവർലാൻഡ് ട്രിപ്പ് ചെയ്തു, UK പോയിട്ട് ചെയ്തു. അന്നപ്പോ ഇനി എന്ത് ചെയ്യാന്നുള്ളത് വലിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ. ഇപ്പൊ നിങ്ങൾ രണ്ട് നമ്മുടെ ആൾക്കാരെ കണ്ട് പഠിക്കേണ്ടതാണ്. ഈ 2 പേരും കൂടി ഒരു വലിയൊരു യാത്ര പോകുന്നു. യാത്രയിൽ ഉടനീളം നിങ്ങൾ പലരും കയറുന്നു, പലരും ഇറങ്ങുന്നു. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിയോണ്ട് ബൗണ്ടറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയാൻ വേണ്ടി. ഖത്തറിന് തുടങ്ങിയിട്ട് സൗദി അറേബ്യ, UAE, ഇറാൻ, അർമേനിയ, ജോർജിയ, റഷ്യ, ടർക്കി, ഗ്രീസ്, ബൾഗേറിയ, റൊമേനിയ, സെർബിയ, ഹംഗറി, സ്ലോവാക്യ, ഓസ്ട്രിയ, ഫ്ലാഗും പഠിക്കണം, ലിച്ചിസ്റ്റൈൻ, പിന്നെ ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, ബ്രസൽ, ബെൽജിയം, പാരീസ്, UK. സോ അപ്പോൾ ഇത്രയും കൺട്രീസ് ആകുമ്പോൾ ഇത്രയും പ്ലാനിങ് വേണം, ഇത്രയും വിസ വേണം. പിന്നെ 6 മാസമായി ഇതിന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഡോക്യുമെന്റേഷൻ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വിസ വേണം. പിന്നെ നമുക്ക് കാർനെറ്റ് ഡോക്യുമെന്റ്, അത് നമുക്ക് പാസ്പോർട്ട് പോലെ കാറിന്റെ പാസ്പോർട്ടാണ്, കാറിന്റെ പാസ് ആയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തന്ന ആളാണ്. ഇപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നത് കൈറ്റ് മീഡിയ ദുബായ് ആണ്. അവരാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ മെസ്സേജ്? ഒന്ന്, ഇഫ് നോട്ട് നൗ ദെൻ വെൻ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം പിന്നെ എപ്പോ പോകാൻ പറ്റും. അതാണ് സാഹചര്യവും സമയവും പണവും എല്ലാം ഒത്തൊരുങ്ങി വന്നിട്ട് യാത്ര പോകാൻ നടക്കൂല. റെഡിയാ, അതൊക്കെ വയ്യ വന്നോളൂ. ഇനി ഒരുപാട് ആൾക്കാർ ഇനിയും ഇതുപോലെ തന്നെ വന്ന് നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറ്റാനുള്ള സംവിധാനം ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പൊ പോയത് അടുത്ത വർഷം പോകുമ്പോൾ ഒരു ബസ്സിലൊക്കെ ആളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എവറി ഇയർ യൂറോപ്പിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ. കാരണം അതൊക്കെ എല്ലാവർക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റോഡ് യൂറോപ്പ്, റോഡ് ടർക്കി എല്ലാം ചെയ്യാം നമുക്ക്. അപ്പൊ അതാണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ഇതിൽ കൊളാബറേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കിട്ടുന്നതായിരിക്കും. ഏതായാലും ഹാപ്പി ആൻഡ് സേഫ് ജേർണി. ഗംഭീരമായിട്ട് പോയിട്ട് വരും. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ.